എത്തിക്കുവാൻ സാധിച്ചത് നമ്മുടെ അനുഗ്രഹമാണ്. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ സംഘടനയ്ക്ക് ചെയ്യാൻ സാറിന് ഈ സേവനം സംഘടനയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നല്ല പറഞ്ഞു കഴിഞ്ഞ് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. വളരെയധികം സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് അവരുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇനിയും ധാരാളം പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ടാകും. എങ്കിലും ഞാൻ എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കെന്നൊരു നല്ല പരിചയമില്ല. ഇതൊരു ഫെയർവെൽ സ്പീച്ചായിട്ട് പറയണോ അല്ല ഇപ്പോഴത്തെ പ്രസിഡന്റ് ചെയർമാൻ എന്നുള്ള നിലക്ക് എന്നെ അഭിനന്ദിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കണക്കാക്കണമെന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇത് രണ്ടിലും വളരെ പ്രാധാന്യത്തോടുകൂടി ഞാൻ കാണുന്നു. ഒരു ഫെയർവെല്ലായിട്ട് തന്നെ ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാം. രണ്ട് സമയമുണ്ട് ഇല്ലേ? നമ്മുടെ കരയോഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു വസ്തുത സ്നേഹമാണ്. അന്യോന്യം പരസ്പര വിശ്വാസവും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നത്. കന്യാകുമാരിക്കടുത്തുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നീണ്ടുകിടക്കുന്ന കേരളത്തിലെ നായർ സമുദായാംഗങ്ങൾ പലതരത്തിലും പല സ്ഥലത്തും പല രീതിയിലും പല പേരിലും അറിയപ്പെടുന്ന നായന്മാർ, ഇവരെല്ലാം ഒരു കുടക്കീഴിൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞത് ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ മരുന്നുകൊണ്ടാണ്. സ്നേഹം എന്ന ഒരൊറ്റ ആ രണ്ട് വാക്കുകൊണ്ടാണ്. എല്ലാവരെയും മനസ്സിലാക്കാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും കഴിയുന്ന ഒരു നേതൃത്വം ആണ് ഈ കരയോഗങ്ങളെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കേരളത്തിന് ഇവിടെ ബാംഗ്ലൂരിന് വെളിയിലുള്ള ഔട്ട് ഓഫ് നമ്മുടെ സിറ്റി ഏരിയയിൽ കൂടാതെ 13 കരയോഗങ്ങളാണുള്ളത്. ഈ 13 കരയോഗങ്ങളിൽ 1987 നമ്മുടെ ആദ്യത്തെ ഔട്ട്സ്റ്റേഷൻ കരയോഗം രൂപം കൊണ്ടത്. അത് നമ്മുടെ ഷിമോഗ കരയോഗമായിരുന്നു. ഷിമോഗ കരയോഗത്തിലെ നമ്മുടെ പുതിയ വൈസ് ചെയർമാൻ 3 ഇവിടെയുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് നമ്മുടെ ജോയിന്റ് ജനറൽ സെക്രട്ടറി 3 ആയിരുന്നു. ആ കരയോഗം പ്രവർത്തനരഹിതമായിരിക്കുകയായിരുന്നു. 2002 ഞാൻ ജനറൽ സെക്രട്ടറിയായി ടേക്ക് ഓവർ ചെയ്ത് അന്ന് ശിവരാം സാറാണ് ചെയർമാൻ. ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം ആ കരയോഗത്തെ പുനരുജ്ജീവിക്കുകയാണ്. 2003 അവസാനം 2-3 മീറ്റിംഗാണ് അവിടെ വെച്ച് നടത്തിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ മുമ്പെങ്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വലിയൊരു കൂട്ടായ്മ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആ കരയോഗം ഇന്ന് ഔട്ട്സ്റ്റേഷനിലത്തെ ഏറ്റവും നല്ലൊരു കരയോഗമായി മാറിയിരിക്കുന്നു. ഇതോടൊപ്പം ബാക്കിയുള്ള 12 കരയോഗങ്ങളും ഇനാഗുറേറ്റ് ചെയ്തതിൻ്റെ ഭാഗമാക്കാണ് ഈ പരിപാടി. ഔട്ട്സ്റ്റേഷനിലത്തെ 13 കരയോഗങ്ങൾ, ഈ ഒരു കരയോഗം അതിന് മുമ്പ് ഇനാഗുറേറ്റ് ചെയ്തതാണ്. ബാക്കിയുള്ള 12 കരയോഗങ്ങളും അവിടെ പോയി സംസാരിച്ച് ആളുകളെ കൂട്ടി ഇനാഗുറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ്. ഔട്ട്സ്റ്റേഷൻ കരയോഗങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. ആ കരയോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഷിമോഗ കരയോഗം തന്നെ എനിക്ക് 2 കരയോഗം ഉണ്ടാക്കാൻ വേണ്ടി 3 കരയോഗം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ കരയോഗങ്ങളെയും ഒത്തുപിടിച്ച് നമ്മുടെ ആളുകളെ കണ്ടുപിടിച്ച് നമ്മൾ ഉദ്യോഗത്തോടുകൂടെ നമ്മുടെ KNS എന്നുള്ള ദൗത്യം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ സ്നേഹമല്ലാതെ വേറൊന്നും ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഇത്രയും കരയോഗങ്ങൾ ഔട്ട്സ്റ്റേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ കരയോഗങ്ങൾ കാര്യം നിങ്ങൾ പറയണ്ടല്ലോ. ഞാൻ ജനറൽ സെക്രട്ടറിയായി വരുമ്പോൾ 17 കരയോഗങ്ങളായിരുന്നു നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത്. അത് ഇന്നിപ്പോഴും എവിടെ എത്തിയിരിക്കുന്നു? നമ്മളെ പ്രവർത്തനരഹിതമായിട്ടൊരു കരയോഗമുണ്ട്, ഹസൽ കരയോഗം. അത് നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. 2 കൊല്ലം മുമ്പേ സംസാരിച്ചാണ്, ഒന്നുകൂടെ നമുക്ക് സംസാരിച്ചാവും. അങ്ങനെ ഇന്നിപ്പോഴും ആ 17 കരയോഗം 42 കരയോഗങ്ങളിലും മാറിയിരിക്കുന്നു. ഇതൊക്കെ സാധ്യമായതും ഇതേ രീതിയിൽ തന്നെയാണ്. ഇത്തരത്തിൽ നമുക്ക് ഇനിയും കരയോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. നമ്മുടെ നായർ സമുദായത്തിലുള്ള അംഗങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് മുമ്പോട്ട്
നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി അവരെ മുമ്പോട്ട് നമ്മളെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് പുതിയ കരയോഗം ഉണ്ടാക്കണം. KNSS ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറ്റാൻ നമുക്ക് കഴിയണം. അതിനുള്ള എല്ലാ ചുറ്റുപാടുകളും ഇന്ന് KNSS-നുണ്ട്. നമുക്ക് സ്വന്തമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. എല്ലാം മിക്ക കരയോ 10-12 കരയൊക്കെ സ്വന്തമായിട്ടുള്ള ഇരിപ്പിടമുണ്ട്. അതുപോലെ KNSS-ന് ആസ്ഥാനമായിട്ടുള്ള സ്ഥലമുണ്ട്. ഇനിയും വലിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി KNSS ഒരു മുഖ്യധാരയിലുള്ള ബാംഗ്ലൂരിലത്തെ ഒരു വലിയൊരു അല്ലെങ്കിൽ കർണാടകത്തിലെ ഏറ്റവും വലിയൊരു മികച്ച സംഘടനയായി മാറ്റാൻ കഴിയണം. അതായിരിക്കണം നമ്മുടെ പുതിയ നേതൃത്വത്തിൻ്റെ ദൗത്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2 മിനിറ്റിൽ അവസാനിച്ചെന്ന് വിശ്വസിക്കുന്നു. നന്ദി പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിന് ഇവിടെ വന്ന് ഈ മാഡത്തിൻ്റെ കരവുണ്ടാക്കുന്ന വലിയ ഒരു വിഷമുള്ള കാര്യമായിരുന്നു. ഒരുപക്ഷെ രാധാകൃഷ്ണൻ സാറുണ്ട്, ചിരിക്കുന്നുണ്ട്. രാധാകൃഷ്ണൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പല കരയോഗങ്ങൾ എതിർത്തു, അടുത്തുള്ള കരയോഗങ്ങൾ എടുത്ത് അവരൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മൾ ഒരു കുഞ്ഞു കൂടെ നമ്മൾക്ക് പിറക്കുകയാണ്. ഒരു പുതിയ കുഞ്ഞ് കപ്പുകൾ നമ്മുടെ സന്തോഷിക്കുകയാണ് വേണ്ടി, നമ്മുടെ കരയോഗങ്ങൾ കൂട്ടുകയാണ് വേണ്ടി. ആ രീതിയിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അങ്ങനെയൊക്കെയാണ് നമ്മൾ കരയോഗം ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ധാരാളം കഷ്ടപ്പാടുകളും വിഷമങ്ങളുണ്ട്. പക്ഷേ അതിൽ സന്തോഷം ഇന്ന് നമ്മൾ ഇത്രയും വലിയൊരു സംഘടന, ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു മലയാളി സംഘടന ഇന്ന് മലയാളികളുടേതായിട്ടുണ്ടെങ്കിൽ അത് കർണാടക നായർ ശ്രീചൂരിയുണ്ട്. അതൊരു അഭിമാനം, അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഇതിന് എന്നെ സഹായിച്ച എനിക്ക് പ്രയോജനം തന്ന എൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങളോടും ഇസ്രായേലിലെ കുടുംബാംഗങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിന് എന്നെ ആദരിച്ച മാഡത്തിനോടും അതുപോലെ മാഡത്തിൻ്റെ കൂടെയുള്ള നേതാക്കന്മാരെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് KNSS. ജയ് ജയ് KNSS. താങ്ക് യു. മനോഹരക്കുറുപ്പ് സർ നിലവിൽ KNSS-ന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2024-26 കാലയളവിലേക്ക് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മനോഹരക്കുറുപ്പ് സാറിനെ സഹർഷം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കയ്യടി പോരാ, നല്ല കയ്യടി. കാലമായി ഈ KNSS എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീ മനോഹരക്കുറുപ്പ് സാർ തന്റെ ബിസിനസ് തിരക്കുകൾക്കിടയിലും സമുദായ സേവനത്തിനായി സമയം കണ്ടെത്തുന്നു. കരയോഗങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും കൂട്ടായ്മയും ഉയർത്തി KNSS-നെ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രീ മനോഹരക്കുറുപ്പ് സാറിന് സാധിക്കട്ടെ എന്ന് ഇസ്രായേലിയുടെ പേരിലും ഇസ്രായേലി കരയോഗത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ആശംസകൾ സാർ അർപ്പിക്കുന്നു. സാറിന് ബൊക്കെ നൽകി സ്വാഗതം ചെയ്യാനായി ശ്രീ രത്നാകർ സാറിനെ ക്ഷണിക്കുന്നു. മനോഹരക്കുറുപ്പ് സാറിനെ പൊന്നാടയിട്ട് ആദരിക്കാനായി ഞങ്ങളുടെ കരയോഗം സെക്രട്ടറി ശ്രീ പ്രശാന്ത് എസ് പിള്ളയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തീരെ സുഖമില്ലായിരുന്നു, ഇന്ന് അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. ഇന്ന് രാവിലെ വന്നില്ലെങ്കിൽ സുഭദ്ര മാഡം വിടത്തില്ല. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, അത് കാരണമാണ് വന്നത്. തീരെ സുഖമില്ലായിരുന്നു, സംസാരിക്കാൻ പറ്റില്ല, തൊണ്ടയുടെ പനിയുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷന് പങ്കെടുക്കണം എന്ന് 10:30 വരെ വരണില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. 10:30-ക്ക് ശേഷമാണ് വരണമെന്നുള്ള തീരുമാനം എടുത്ത് കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. എനിവേ, ഞാൻ കൂടുതൽ പലരും സാറ് സംസാരിച്ചല്ലോ, ഒന്നും സംസാരിക്കാൻ ഇല്ല. ഇനിയൊരവസരത്തിൽ സംസാരിക്കാം എന്നിവിടെ വിളിച്ച് ഞങ്ങളെയൊക്കെ ആദരിച്ച ഈ വിതരാളി കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും മറ്റേ കരയോഗത്തിൻ്റെ മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് ഇനിയൊരു പ്രാവശ്യം കൂടാം, അന്ന് നല്ലതായിട്ട് ദീർഘമായിട്ട് സംസാരിക്കാം. പലരും സാറിന് 2 മിനിറ്റ് കൊടുത്തു. പലരും സാറിന് 2 മിനിറ്റ് കൊടുത്തു, എനിക്ക് 1 മിനിറ്റ് തന്നു. ഞാൻ 1/2 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അത് നല്ലതായി. വീണ്ടും എല്ലാവർക്കും ഈ കരയോഗം ഇനിയും ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പേര് ശ്രീനിവാസനാണ്. ഞാൻ ഈ പ്രാവശ്യം ചെയർമാൻഷിപ്പിന് നിന്നു.
ബട്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിൽ ഒരു വോട്ടിൽ ഞാൻ തോറ്റു. ബട്ട് സ്റ്റിൽ I will be there with this society and I will be dedicating my entire this thing to KNSS henceforth. Thank you very much. 2024-26 കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ TV നാരായണ സാറിനെ സഹർഷം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2000 മുതൽ TV നാരായണ സാർ KNSS കരയോഗമായ വിവേകനഗറിൽ പ്രസിഡന്റായും MMET സ്കൂളിൽ ജോയിന്റ് സെക്രട്ടറിയായും ട്രഷററായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സാറിന് എല്ലാവിധ ആശംസകളും വിദ്രള്ളി കരയോഗത്തിന്റെയും എന്റെ പേരിലും എല്ലാവിധ ആശംസകളും. സാറിനെ പൊന്നാടയിട്ട് ആദരിക്കുന്നതിനായി സാറേ എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ വളരെ ആഭിമുഖമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. വളരെയധികം ഉത്തരവാദിത്വം എന്നിൽ നിങ്ങൾ അർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും എന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട്. അതോടൊപ്പം നമ്മുടെ NSSൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹങ്ങളും സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുണ്ടാവുമെന്നുള്ള ഗ്യാരണ്ടി നമ്മുടെ ബീദറള്ളി കരയോഗം പ്രസിഡന്റ് മുൻകൂട്ടി തന്നിട്ടുമുണ്ട്. ഈ കരയോഗത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ശക്തമായി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മഹിളാ പ്രസിഡന്റ് ആദ്യമായിട്ടുണ്ടായതും ബീദറള്ളി കരയോഗത്തിലാണ്. അതിന് വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. വളരെയധികം ദുർഘടങ്ങളും സഹിച്ചിട്ടാണ് ഈ കരയോഗങ്ങൾ ഉണ്ടാക്കിയത്. ആദ്യം മുതലേ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ നിങ്ങളെല്ലാവരും ആ മേഡത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച കാരണം കൊണ്ടാണ് ഇന്ന് ഈ കരയോഗം ഇത്രയും വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ മേഡത്തിന് സാധിക്കുന്നത്. വീണ്ടും ഭാവിയിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അതേ രീതിയിൽ ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയും അതോടൊപ്പം NSSനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഭാഗത്ത് തന്നെ നമ്മുടെ ചെയർമാൻ പറഞ്ഞ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സർവേശ്വരൻ നിങ്ങളെല്ലാവരുടെയും സഹായത്തോടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ മോഹൻകുമാർ അൽസൂർ കരയോഗത്തിൽ നിന്നാണ്. KNSS ബോർഡിൽ വൈസ് ചെയർമാൻ 2 ആയി 2024-26 തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മോഹൻകുമാർ സാറിനെ സഹർഷം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൽസൂർ കരയോഗത്തിൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ എന്നീ നിലകളിലും ബനാന ഫണ്ട് കമ്മിറ്റിയുടെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ന്യൂസ് ബുള്ളറ്റിൻ കമ്മിറ്റിയിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സാറിന് ഞങ്ങളുടെ ബിദ്രള്ളി കരയോഗത്തിന്റെയും എന്റെ പേരിലും ആശംസകൾ അർപ്പിക്കുന്നു. സാറിനെ സ്വാഗതം ചെയ്യാനായി ശ്രീ രാജേഷ് നമ്പ്യാരെ ക്ഷണിക്കുന്നു. സാറിനെ പൊന്നാടയിട്ട് ആദരിക്കാനായി സാർ ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ബഹുമാനിയായ പ്രസിഡന്റ്, ബിദ്രള്ളി കരയോഗത്തിൻ്റെ മറ്റ് കർണാടക നായർ സർവീസ് സൊസൈറ്റിയുടെ ബോർഡിലെ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ശക്തമായ ഒരു പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബിദ്രള്ളി കരയോഗത്തിൻ്റെ പ്രവർത്തനം അങ്ങോട്ടൊന്നും പുതിയ പോപ്പുലേഷൻസ് ആരും വരുന്നില്ല, കുറവാണ്. ഈ ഭാഗത്ത് ധാരാളം നായർ കുടുംബങ്ങൾ വരും. അപ്പോൾ കേരളത്തിൽ നിന്ന് കർണാടകയിൽ ഏതെങ്കിലും ഒരു നായർ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവകാശമുണ്ട് KNSൽ ജോയിൻ ചെയ്യണമെന്നുള്ളത്. കാര്യം, ഒരു വ്യക്തി, ഒരു ഫാമിലി, ഒരു കുടുംബം KNSൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ 25,000-30,000 കുടുംബങ്ങൾ അവരുടെ പിന്നിലുണ്ട്. കാര്യം, ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞതുപോലെ 25,000 കുടുംബങ്ങളുള്ള മഹത്തായ ഒരു സംഘടനയാണ് KNSS. അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഈ കരയോഗത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെ അപ്രോച്ച് ചെയ്യുകയും, ഇപ്പം ഞാൻ മനസ്സിലാക്കിയതോളം 250 കുടുംബങ്ങളിൽ താഴെയാണ് ഇപ്പോൾ ഈ കരയോഗത്തിനുള്ളത്.
ഈ കരയോഗത്തിൽ അടുത്ത ഒരു വർഷം ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ഒരു 500 കുടുംബങ്ങൾ 250 കുടുംബങ്ങളെങ്കിലും പറ്റും. കാര്യം ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന ഒരു അവസരമുണ്ട്. ഈ കരയോഗത്തിൽ ഒരു 500 മെമ്പർമാരെങ്കിലും കുടുംബാംഗങ്ങളെങ്കിലും എത്തിക്കണം എന്ന് ശ്രമിക്കണം. അത് നിങ്ങൾക്ക് കഴിയും. വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ. KNSന്റെ ഈ 24-26ലേക്കുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും നിങ്ങളുടെ സഹായം സഹകരണം ആവശ്യമാണെന്ന് വിനയാന്വിതനായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എന്റെ സ്വന്തം പേരിലും ആശംസകൾ അർപ്പിക്കുന്നു. സാറിനെ ബൊക്കെ നൽകി സ്വാഗതം ചെയ്യാനായി ശ്രീകുമാരൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. പൊന്നാടയിട്ട് ആദരിക്കാനായി ശ്രീ അനീഷ്. ഈ അവസരം തന്ന തിരുവള്ളി കരയോഗത്തിൻ്റെ പ്രസിഡന്റ് സുഭദ്ര മാഡം, മറ്റെല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഫെലിസിറ്റേഷൻ ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. കൂടുതലൊന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഏവർക്കും ഓണാശംസകൾ. ഇനി ഈ കരയോഗം വളരട്ടെ. ഇനി അടുത്തുള്ള ഒരു കരയോഗം ഉണ്ടാവട്ടെ, അപ്പുറത്ത് ഭൂതികര ഒരു കരയോഗം ഉണ്ടാവട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. 2024-26 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എൻ വിജയകുമാർ സാറിനെ സഹർഷം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട ആദരിക്കാനായി ശ്രീ രാജേഷ് നമ്പ്യാരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ബിദറള്ളി കരയോഗം ആദരിക്കാൻ കാണിച്ച സൗമനസ്യത്തിനും നന്ദി ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു, പ്രതിജ്ഞ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണെന്നുള്ളത് എനിക്കറിയാം. അത് നല്ല നിലയിൽ നിർവഹിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതിന് എല്ലാ സഹായ സഹകരണങ്ങളും കരയോഗത്തിൽ നിന്നും മറ്റെല്ലാ നേതാക്കളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് നല്ലൊരു KNSS ഓർഗനൈസേഷൻ നല്ല ലെവലിൽ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവരുടെയും സഹകരണങ്ങൾ ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി ബിദറള്ളി കരയോഗത്തിൻ്റെ ഓണാഘോഷത്തിന് എല്ലാ ഭാവങ്ങളും നടന്നുകൊള്ളുന്നു. അതേപോലെ തന്നെ കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും ബിദറള്ളി കരയോഗത്തിന് എൻ്റെ ആശംസകൾ നടന്നുകൊള്ളുന്നു. താങ്ക് യു. ജോയിന്റ് ട്രഷററായി 2024-26 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ MP പ്രദീപൻ സാറിനെ സഹർഷം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സേവനം ചെയ്തു വരുന്നു. കരയോഗത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും സാറിനും എല്ലാവിധ ആശംസകളും നേരുന്നു. സാറിനെ ബൊക്കെ നൽകി സ്വാഗതം ചെയ്യാനായി എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. എന്നാലും 1 മിനിറ്റ് സംസാരിക്കാമെന്ന് മാഡം പറയുന്നു. ഞാൻ യലഹങ്ക കരയോഗത്തിൽ നിന്നാണ് ജോയിൻറ്റ് ട്രഷററായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ കരയോഗം തന്ന ഈ ആദരവിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആസ് എ ജോയിൻറ്റ് ട്രഷറർ ഇൻ ദ കമ്മിങ് ടേം. പിന്നെ പറയാനുള്ളത്, എല്ലാവരും പറഞ്ഞതുപോലെ ഈ കരയോഗത്തിന് ഭംഗിയായി കൊണ്ടുപോകുന്ന മാഡം, അതോടൊപ്പം പ്രവർത്തിക്കുന്ന കമ്മിറ്റി, ഈ കരയോഗത്തിൻ്റെ കമ്മിറ്റി, അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ബോർഡിൽ ജോയിന്റ് ജനറൽ സെക്രട്ടറി 3I 2024-26 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വാസുദേവൻ നായർ സാറിനെ സഹർഷം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിലവിൽ സാറിന്റെ സ്വന്തം കരയോഗമായ ഹോസ്പേട്ടയിൽ ബോർഡ് മെമ്പറായി സേവനം തുടരുന്നു. കൂടാതെ സന്തൂർ താലൂക്ക് നിയുക്ത പ്രസിഡന്റായും അവിടുത്തെ എല്ലാ മലയാളി സംഘടനയിലും സജീവമാണ് സാറ്. നമ്മുടെ ബിദറള്ളി കരയോഗത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബൊക്കെ നൽകി സ്വാഗതം ചെയ്യാനായി EC മെമ്പർ ശ്രീമതി പുഷ്പലതയെ ക്ഷണിക്കുന്നു.
പൊന്നാടയിട്ട് ആദരിക്കാനായി Respected President of Bidarali Karayogam and all other leaders of the Bidarali Karayogam, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ചെയർമാൻ ഖാലിദ് സാറ്, മനോഹരൻ സാറ്, പിന്നെ അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഭാരവാഹികളും 24-26 തിരഞ്ഞെടുത്ത എല്ലാ ഭാരവാഹികളും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെ സന്തോഷദായകമായ ഒരു അന്തരീക്ഷമാണ് ബിദറള്ളി കരയോഗം ഇന്ന് പ്രദാനം ചെയ്തത്. അത് വളരെ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. കാരണം മാഡത്തിൻ്റെ ഉത്സുകതയും കരയോഗത്തിലുള്ള മറ്റുള്ള ലീഡേഴ്സിൻ്റെ താല്പര്യമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി ഏറെ കിട്ടിയത് മാതിരിയുള്ളൊരു ധൈര്യമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെയും നമ്മുടെ ഇടയിൽ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്ന കരയോഗങ്ങളുണ്ടല്ലോ. പിന്നെ നമുക്ക് സാധിക്കാത്തത്? നമ്മൾ വിചാരിച്ചാൽ എല്ലാം സാധിക്കും. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം 20-നായിരുന്നു ഞങ്ങളുടെ ഇലക്ഷനിൽ ഭാരവാഹികളെ എല്ലാം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത DC മീറ്റിംഗ് 24-ലേക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന് ഉള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ ബിദറള്ളി കരയോഗം വളരെ നല്ല രീതിയിൽ ഇന്നൊരു നമുക്ക് ഒരു അനുമോദന സമാഗമത്തിന് വേണ്ടി ഇന്ന് ഈ മീറ്റിംഗ് ഒരുക്കി, ഈ സ്വീകരണം ഒരുക്കി. അതിൽ എത്ര നന്ദി പറഞ്ഞാലും തീരെയില്ല. അങ്ങനെ ഒരു നല്ലൊരു സന്ദർഭമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിന് ഈ കരയോഗ ഭാരവാഹികളോട് അങ്ങേയറ്റം നന്ദി പറയുന്നു. പിന്നെ ഞാൻ 3-4 വർഷമായി ഇവിടെ ബോർഡ് മെമ്പേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. ബോർഡ് മെമ്പറാണ് ഞാൻ. നൗ വർക്കിംഗ് ആസ് എ ബോർഡ് മെമ്പർ ആൻഡ് ദേ ഇലക്റ്റഡ് മീ ആസ് എ ജനറൽ സെക്രട്ടറി. മാഡം ഈസ് ഓൾറെഡി ടോൾഡ് യു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും താല്പര്യം ഈ കരയോഗത്തിൻ്റെ ഉന്നമനമാണ്. ഉന്നമനത്തിനുള്ള പ്രധാന ഘടകം നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രവർത്തനവുമാണ് ഏതൊരു കരയോഗത്തിൻ്റെയും വിജയത്തിനുള്ള പ്രധാനം. ഇപ്പോൾ ഇത് തന്നെ നമുക്കൊരു ഉദാഹരണമാണ് ഈ കരയോഗം. അതുപോലെ തന്നെ നമ്മളെല്ലാം ഓരോരോ കരയോഗത്തിലെ മെമ്പർമാരാണ് പ്രതിനിധാനം ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. അന്നേരം ആ കരയോഗത്തിലെ ഭാരവാഹികളും മെമ്പർമാരും വളരെയധികം പ്രതീക്ഷ കൽപ്പിച്ചാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ അതിന് തക്കതായ രീതിയിലുള്ള ജോലി ചെയ്തെങ്കിൽ ഒരു അഭിവൃദ്ധി എന്ന കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ബിദറള്ളി കരയോഗത്തിന് അങ്ങ് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ പുതിയ ഭാരവാഹികൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ സമാഹരിക്കുന്നു, ഈ പ്രധാനം സമാഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ND സതീഷ് സാറിനെ സഹർഷം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജോയിന്റ് ജനറൽ സെക്രട്ടറി 3 ആണ് ബോർഡിൽ, KNSF ബോർഡ് നിലവിൽ. ശ്രീ സതീഷ് സാറിനെ പൊന്നാടയടിയിച്ച് സാറിനെ സ്വാഗതം ചെയ്യാനായി ബൊക്ക നൽകി ശ്രീമതി ബിന്ദു പി നായരെ ക്ഷണിക്കുന്നു. പിള്ളേരാ ചേച്ചി ചെയ്തു. കർണാടക നായർ സർവീസ് സൊസൈറ്റിയുടെ എല്ലാ കുടുംബാംഗങ്ങളെ, നിങ്ങൾ ഇന്നിവിടെ നൽകിയ ഈ സ്നേഹാദരവിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കും. 18 മുതൽ തുടർന്നു വരുന്നു. പൊന്നാട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ വിളിച്ച സുഭദ്ര മാഡത്തിനും അവരുടെ കരയോഗത്തിനും അവരുടെ കരയോഗത്തെ മെമ്പേഴ്സിനും എൻ്റെ നമസ്കാരം ചൊല്ലി പറയുന്നു. എല്ലാവരോടും പറഞ്ഞുകൊള്ളുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ എഴുതി കൊടുത്താണ് 18 പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല ആക്ച്വലി അതിന് മുമ്പ് തൊട്ടുണ്ട്. അത് പോട്ടെ, എനിക്ക് അതിനെപ്പറ്റി കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറഞ്ഞത് ഒരു 8 കൺവെൻഷൻ നടത്തി. അപ്പോൾ അത് തന്നെ ആലോചിച്ചാൽ മതിയല്ലോ എത്ര കൊല്ലം ആയെന്ന്. എൻ്റെ മഹിളകളുടെ കൺവെൻഷൻ 8 എണ്ണം കഴിഞ്ഞു. 8 കൺവെൻഷൻസ് ആർ ഓവർ.
അപ്പോൾ അതപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞാണ്. ഞങ്ങളുടെ മഹിളകൾ എന്നും ഒന്നായി നടക്കുന്ന, അവിടെ യാതൊരു വിധത്തിൽ വ്യത്യാസമോ അടിയോ പിടിയോ ഒന്നുമില്ല. അവിടെ ഞാൻ പറയുന്നതാണ് അവർക്ക് വേദവാക്യം. ഞാൻ എന്ത് പറഞ്ഞോ അതുമാതിരി അവർ ചെയ്യും. പക്ഷെ ഞാൻ ആരോടും ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ല. എല്ലാവരോടും ചോദിച്ച് അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്യുള്ളൂ. എനിക്കൊരാശയുണ്ട്, ഈ മഹിളാ കമ്മിറ്റി ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് വളർന്ന് പന്തലിച്ച് നിങ്ങളുടെ കരയോഗങ്ങളെക്കാളും മുകളിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനുണ്ട്. ഇപ്പം ഞാൻ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്, എന്നാലും ആ മഹിളാ വിഭാഗത്തിനെ പൊക്കിക്കൊണ്ടുവന്ന് നടക്കും. കാരണം മഹിളാ വിഭാഗത്തിലും മെമ്പറാണ്. താങ്ക് യു സുഭദ്ര. ഇന്ന് വന്നത് സുഭദ്ര വിളിച്ചത് കൊണ്ട് മാത്രമാണ്, കാരണം എനിക്ക് തീരെ സുഖമല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. KNSSന്റെ മാത്രമല്ല ബാംഗ്ലൂർ മലയാളികളുടെ കണ്ണിലുണ്ണിയായി മാറിയ നമ്മുടെ സ്വന്തം ഹരിനായർ, ഫൗണ്ടർ സെക്രട്ടറി, ഇപ്പോഴും കരയോഗ സെക്രട്ടറിയായി അവർ വിടുന്നില്ല. കരയോഗക്കാർ ഇപ്പോഴും കരയോഗ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. KNSS കേളികൊട്ടിലും ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന മലയാളി സാംസ്കാരിക സംഘടനയുടെ പരിപാടികളിൽ അവതാരകനായും സാമൂഹ്യ പ്രവർത്തനവുമായി ഒക്കെ നമ്മൾ വിലസി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹരിനായരെ സഹർഷം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇരുന്നിട്ട് അവർക്ക് കിട്ടി. വളരെ സന്തോഷം. കൂടുമ്പോൾ ഇമ്പമുണ്ടാക്കുന്നതാണ് കുടുംബം, അങ്ങനെയല്ലേ? ഇത് ശരിക്കും വളരെ വലിയൊരു ഇമ്പം ഉണ്ടാക്കുന്ന ഒരു കുടുംബ സംഗമത്തിലാണ് ഇന്ന് വന്നത്. നമുക്കറിയാം, ഉപജീവനാർത്ഥമാണ് നമ്മൾ കർണാടകയിലേക്ക് വന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ കാണുന്നതും കൂട്ടിയോജിപ്പിച്ചതും KNSS എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ചിറകുകൾക്കടിയിലാണ്. 41ഓളം കരയോഗങ്ങൾ കർണാടക മുഴുവനായി വ്യാപിച്ചു കിടക്കുകയാണ്. ഈ അംഗങ്ങളെ മുഴുവൻ ഒരേ കുടക്കീഴിൽ ഒരേ സമഭാവനയോടെ കൂട്ടിക്കൊണ്ടുപോകുക എന്നത് ചെറിയൊരു കാര്യമല്ല. ആ കാര്യം നടത്തിക്കൊണ്ടുപോകുന്ന വലിയൊരു ബോർഡ് ഡയറക്ടേഴ്സും അതിൻ്റെ ബോർഡിൻ്റെ ഉത്തരവാദിത്വമുള്ളവരും ഇന്ന് നമ്മുടെ മുമ്പിലിരിപ്പുണ്ട്. വലിയ ഉത്തരവാദിത്വമാണ് അവർക്കുള്ളത്. ഇത്രയും കുടുംബങ്ങളെ, ഇത്രയും കരയോഗങ്ങളെ ഒരേ സമഭാവനയോട് കൊണ്ടുപോകുവാനുള്ള പുതിയ ഉത്തരവാദിത്വവുമായി പുതിയ നേതാക്കന്മാരും പുതിയ കമ്മിറ്റിയും എത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. കാരണം നമുക്ക് പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നു. നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നമുക്ക് എല്ലാവരുടെയും, നമ്മുടെ ഗുരുകാരണവന്മാരുടെയും നമ്മുടെ കുട്ടികളുടെയും ഒക്കെ സ്നേഹവും സാന്ത്വനവും ഒക്കെ നമ്മൾ അനുഭവിച്ചിരുന്ന ആ കൂട്ടുകുടുംബ സമ്പ്രദായത്തിന് ഇന്ന് ബാംഗ്ലൂരിൽ നമുക്ക് ഒരു താവളം എന്ന് പറയുന്നത് KNSS തന്നെയാണ്. നമ്മുടെ കരയോഗങ്ങളാണ്. കരയോഗങ്ങളിലൂടെ നമുക്ക് വീണ്ടും നമ്മുടെ ആ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു മഹാപ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട്. അങ്ങനെയുള്ള വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇത്രത്തോളം ശക്തമായ രീതിയിൽ വർക്ക് ചെയ്യുന്ന ശ്രീ സുഭദ്ര ചേച്ചി, ഞാൻ പണ്ടൊരു മീറ്റിംഗ് പറയുണ്ടായി, സുഭദ്ര ചേച്ചിയെ ഞങ്ങൾക്ക് വിട്ടുതരൂ ഞങ്ങളുടെ കരയോഗത്തിലേക്കെന്ന്. കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അമ്മയുടെ സ്നേഹം, ഒരു സഹോദരിയുടെ സ്നേഹമൊക്കെ ലഭിക്കുന്ന ഒരു ചേച്ചി. അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ബിദ്രഹള്ളി കരയോഗത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങളുടെ കുടുംബസംഗമത്തിന് ഒരിക്കൽ കൂടി പീനിയയുടെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. എന്താ പറയാ, അതിഥി ദേവോ ഭവ. എനിക്ക് കൂടുതലൊന്നും പറയാറില്ല. എന്നാലും ഇനി നമ്മുടെ വിമാനപുരം കരയോഗം പ്രസിഡന്റ് ശ്രീ പത്മകുമാർ സാറിനെ സഹർഷം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാറിനെ പൊന്നാടി അണിയിക്കാനായി ശ്രീ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. എന്തിനാണ് ഇതെന്നും എനിക്കറിയില്ല. പക്ഷേ ബിദ്രഹള്ളി കരയോഗത്തിൻ്റെ ഈ സ്നേഹോപകാരം പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. NSSന്റെ ഉപഹാരം കിട്ടുക എന്നുള്ളത് അത്ര കുറഞ്ഞ കാര്യമൊന്നുമല്ല. അപ്പോൾ ഒരു കരയോഗം നമ്മളെ ആദരിച്ചു എന്നുള്ളത് ഒരു നല്ലൊരു ബഹുമാനത്തോടെ സ്വീകരിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഇനി ഒരിക്കൽ കൂടാം. നന്ദി, നമസ്കാരം.
കരയോഗത്തിന്റെ സെക്രട്ടറിയാണ്. എന്തായിരുന്നാലും ഇത്രയും നല്ലൊരു സദസ്സ് ഞങ്ങളുടെ കരയോഗത്തിലും ഇതേപോലെ തന്നെയാണ്. എല്ലാവരും നിറഞ്ഞ ഹാളാണ് എപ്പോഴും. എന്താ മാഡം ഇത്രയും നല്ല സദസ്സിനെ കൂട്ടി ഈ ഒരു വേദി ഒരുക്കി നമുക്ക് ഞങ്ങളുടെ എല്ലാം വിളിച്ച് സമ്മാനം ചെയ്തു. ഒരു ഗ്രേറ്റ് ആയി തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ KNSSന്റെ ഒരു സമ്മാനം കിട്ടുന്ന എൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ ഒരു സൗഭാഗ്യമാണ്. അപ്പം ഈ വിതരള്ളി കരയോഗത്തിന്റെ നല്ലോണം പൊന്നോണത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച എല്ലാവർക്കും, അതേപോലെ കരയോഗത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും ഓഫീസ് ബേരേഴ്സിനും, എസ്പെഷ്യലി ഞങ്ങളുടെ എല്ലാം അഭിമാനമായ ഞങ്ങളുടെ എല്ലാം ഒരു സഹോദരിയെ പോലെ നമ്മുടെ ചേച്ചിയെ പോലെ ആദരിക്കുന്ന ശ്രീ സുഭദ്രമ്മ മാഡത്തിനും എന്റെയും എന്റെ കരയോഗത്തിന്റെയും ഹാർദവമായ ഓണാശംസകൾ. പ്രസിഡന്റ് അല്ലേ മായ ശ്രീനിവാസനെ പ്രകാശം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ശ്രീനിവാസൻ സാറിന്റെ സഹധർമ്മ. നമസ്കാരം. ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ റെസ്പെക്ട്. പിന്നെ ഇത്രയും നന്നായിട്ട് സുഭദ്രി മാം ചെയ്തതിന് വളരെ സന്തോഷം. മഹിളാ വിഭാഗത്തിലെ എല്ലാവരെയും എനിക്കറിയാം ഓൾമോസ്റ്റ്. അപ്പം അത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. താങ്ക് യു സോ മച്ച്. വിമാനപുരം കരയോഗം ഒരു പ്രസിഡന്റായി ഒരു വനിതയ്ക്ക് ഒരു കരയോഗത്തിനെ നയിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സുഭദ്ര ചേച്ചി കാണിച്ചു തരികയാണ്. ഞങ്ങൾക്കെല്ലാം ഇതൊരു പ്രചോദനമാണ്. അടുത്ത പ്രാവശ്യം ഞങ്ങളും ഇതൊക്കെ ശ്രമിക്കുന്നതായിരിക്കും. ഒരു ചേച്ചിയുടെ ഒരു പ്രവർത്തനത്തിൽ നിന്നാവും നമ്മളെയും കൊണ്ടും പറ്റും ശ്രമിച്ചാൽ എന്നൊരു തോന്നൽ വന്നു. അതിന് ചേച്ചിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ കൂടിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. അത് എനിക്കും ഞങ്ങളുടെ കരയോഗത്തിനും നമ്മുടെ കർണാടക നായർ സർവീസ് സൊസൈറ്റിക്കും വലിയ അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. നമസ്കാരം. നമസ്കാരം. സാർ ഞാനവിടെ ഒന്ന് പെൻഷൻ ചെയ്തില്ല.
ഒരു ആഗ്രഹമുണ്ട്, എല്ലാവരും കൂടെ ചേർത്തൊരു ഫോട്ടോ നമ്മുടെ ഭാരവാഹികളും ഓഫീസ് ഭാരവാഹികളും ഞങ്ങളുടെ ആൾക്കാരും വന്ന ഗസ്റ്റുകളും ഒക്കെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. ഇതിന് ചേരിട്ട് കൊടുക്കണം. ചേരിട്ടിട്ട്